ഒന്ന് ഉദ്യോഗസ്ഥർ വേട്ടയാടപ്പെട്ട ഒരു കരിമ്പുലി അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ച് അയക്കേണ്ടുന്ന ഒരു കരിമ്പുലിയെ അതിനുവേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് സംഭവിക്കുന്ന കരിമ്പുലിയെ സംബന്ധിച്ച് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ കഥയും നമ്മൾ അങ്ങനെ ഇതല്ല. നമ്മൾ കരിമ്പുലിയെ സംബന്ധിച്ച് അത് ഒരു ഭാവന ആയിരുന്നു എൻ്റെ സെൻട്രൽ ത്രെഡ്. കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ അടുത്ത് നമ്മുടെ നെയ്മർ കാതൽ ഒക്കെ എഴുതിയ എൻ്റെ സുഹൃത്തായ പോൾസൺ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പറയുകയാണ്. ഇങ്ങനെ നമ്മൾ 2-3 പേര് ഒരു 3-4 പേര് ചേർന്ന് ഒരു വേട്ടയാടാൻ പോയി. ഒരു വേട്ടമൃഗത്തെ കിട്ടി. അപ്പോൾ ഒരാളതിൽ പറയണോ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയണം. അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നെനിക്ക് അതിലെന്തോ ഒരു റവർബറേഷൻ എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ കഥയുടെ ഒരു സാധ്യതയാണ് എനിക്കതിന് മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ ഞാൻ പോൾസൻ്റെ അനുഭവത്തോടുകൂടി അത് നറേറ്റ് ചെയ്ത് ഒരു കഥയാക്കി മാറ്റുന്നത്. അതിപ്പം ഞാനും പോൾസനും കൂടെ ചേർന്ന് തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത് സിനിമ സാധ്യത കൊണ്ട് ഏകദേശം അതിൻ്റെ പ്രൊഡക്ഷനും ഇതൊക്കെ ആയി. എന്നത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളതേ ഉള്ളൂ.